നമസ്കാരം. അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ സംഘർഷം ഉയർന്നതായി റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭരണകൂടം ഇറാൻ വിഷയത്തിൽ സമാധാനപരമായ നിലപാട് എടുത്ത വത്തിക്കാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് ലിയോ 14 നടത്തിയ യുദ്ധവിരുദ്ധ പ്രസ്താവനകളാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണമായത് എന്നാണ് വിലയിരുത്തൽ. വത്തിക്കാന്റെ സമാധാന ആഹ്വാനങ്ങൾ അമേരിക്കൻ പ്രതിരോധ നയങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു എന്ന നിലപാടിലാണ് പെന്റഗൺ വൃത്തങ്ങൾ ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് അമേരിക്കൻ അണ്ടർ സെക്രട്ടറി എൽബ്രിഡ്ജ് കോർബിൽ വത്തിക്കാൻ സ്ഥാനപതി ക്രിസ്റ്റഫർ പിയറെ പെന്റഗണിലേക്ക് വിളിച്ചു വരുത്തി കടുത്ത സന്ദേശം നൽകിയത്. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി കത്തോലിക്ക സഭ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ വിവരം. അതായത് യുദ്ധത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. പോപ്പ് രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കാതെ സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്, കോമൺ സെൻസ് ഉപയോഗിക്കണമെന്നും ഒക്കെയാണ് ട്രംപിന്റെ വാദം. വെനിസലയോടും ഇറാനോടും പോപ്പിന് മൃദു സമീപനമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. തീവ്ര ഇടത് ചിന്താഗതിക്കാരെ സഹായിക്കുന്ന നിലപാടാണ് ഇതെന്നും, അതായത് പോപ്പിന്റെ നിലപാടെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പ് യുദ്ധത്തെ ശക്തമായി വിമർശിക്കുകയും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പാപ്പയുടെ പ്രസംഗങ്ങളിൽ അമേരിക്കയ്ക്കെതിരായ സൂചനകൾ ഉള്ളതായാണ് US ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. സൈനിക ശക്തി ലോകക്രമം നിലനിർത്തുന്നതിൽ നിർണായകമാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സൈനിക ശക്തിക്ക് പകരം സംവാദം, നയതന്ത്രവും വഴിയാണ് പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത് എന്നാണ് പോപ്പ് ലിയോ 14 ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സംഭവത്തിന് പിന്നാലെ വത്തിക്കാനിൽ ശക്തമായ അസ്വസ്ഥതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കിടെ 14 നൂറ്റാണ്ടിലെ അവിഗ്നൻ പാപ്പസിയെ അമേരിക്കൻ ഭാഗം പരാമർശിച്ചതായി വിവാദമായി. ഫ്രഞ്ച് സമ്മർദ്ദത്തെ തുടർന്ന് പാപ്പമാർ റോമിൽ നിന്ന് മാറി നിന്നിരുന്ന ആ കാലഘട്ടം ചൂണ്ടിക്കാട്ടിയത് പരോക്ഷ ഭീഷണിയായി വത്തിക്കാൻ വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ പാപ്പ തന്റെ അമേരിക്കൻ സന്ദർശനങ്ങൾ റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ 250-ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം വൈസ് പ്രസിഡന്റ് JD വാൻസിന് നൽകിയിരുന്നുവെങ്കിലും അത് നിരസിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. പകരം അഭയാർത്ഥി പ്രശ്നം ശക്തമായി ഇറ്റലിയിലെ ലാംപെഡൂസ ദ്വീപ് സന്ദർശിക്കാൻ പാപ്പ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. പോപ്പ് ഫ്രാൻസിസ് കാലം മുതൽ തന്നെ ട്രംപും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം സങ്കീർണമായിരുന്നു. കുടിയേറ്റ നയങ്ങളിലും അതിർത്തി മതിൽ നിർമ്മാണത്തിലും ഈ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുപക്ഷ ബന്ധത്തിലും വിള്ളൽ സൃഷ്ടിച്ചിരുന്നു. 2017 ട്രംപ് വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു എങ്കിലും ആശയപരമായ ദൂരമാറ്റം തുടരുകയായിരുന്നു. ഇറാൻ വിഷയത്തിൽ ചുറ്റിപ്പറ്റി രൂപപ്പെട്ട ഈ തർക്കം ആഗോള രാഷ്ട്രീയത്തിൽ മത നേതൃത്വത്തിന് ശക്തി രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ അധ്യായമായാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാന സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന വത്തിക്കാനും ശക്തി പ്രാധാന്യമുള്ള അമേരിക്കൻ വിദേശ നയവും തമ്മിലുള്ള ആശയഭേദം അടുത്ത കാലത്ത് തുടരാൻ ഇടയുണ്ട് എന്നാണ് നിരീക്ഷണം.